ഓരോ ലൈനും എടുത്തിട്ടുള്ള കണ്ട ഇത് രസമായിട്ടോ തുണി ചെയ്തിട്ടുള്ളത്. ഇതൊരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലാട്ടെ ഈ അമ്പലം ഇങ്ങനെ തിന്നാക്ക പേട മൂത്ത ഓരോ ഇതും കണ്ട അത്ര ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ಡ್ರೈವಿಂಗ್ ಮಾಡ್ತಿರಲ್ಲ ಪೈನ್ ಬರಲ್ವಾ ಅಂತ ಕೇಳ್ತಾ ಇದಾರೆ. അന്നത്തെ ആ കലാകാരന്മാരെ കഴിവ് നിങ്ങൾ ആലോചിക്കും. ഇത് അമ്പലമായിട്ട് തോന്നുന്നില്ല കേട്ടോ, ഭയങ്കര ഒരു ഇവിടുന്ന് ജസ്റ്റ് 17 കിലോമീറ്റർ ഉണ്ടല്ലോ ഹല്ലിബീഡ് എന്നുണ്ട്. അവിടെയും ഇതേപോലെ ഒരു അമ്പലം തന്നെയാ. ഫുള്ള് കൃഷി കേട്ടോ അവിടെ. നോക്കി ഞങ്ങള് ഭയങ്കരമായിട്ടുള്ള ഗ്രാമത്തൂടെ നമ്മള് പോയിക്കൊണ്ടിരിക്കണത്. ഇത് മൊത്തം മറ്റേ എനിക്ക് തോന്നുന്നത് ഈ ചെറുചോളുണ്ട്, മക്കാച്ചോളം നമ്മുടെ തമിഴിൽ പറയും. ഇതൊക്കെ ഇഞ്ചി കൃഷി കേട്ടോ ഇത് കാണുന്നത്. കണ്ട നെറ്റിന്റെ അപ്പുറത്ത് കാണുന്നത് മൊത്തം ഇഞ്ചിയേ ഇത് കാണുന്നത്. നമുക്ക് പെറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റും, നോക്കി നോക്കാം. ആൾക്കാർ പിടിച്ച് തല്ലണോ അതാ വീട്. കൃഷി നശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫുള്ള് മാത്രമായിരിക്കും അതിനകത്ത് വലയിട്ട് വെച്ചിരിക്കേ. തക്കാളി കൃഷി നടക്കുന്നുണ്ട്, നമുക്ക് തക്കാളി പറിക്കാൻ വേണ്ടി ചോദിച്ചു നോക്കാം. ഇത് കയറിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ തണ്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുള്ളത്. സംഭവം രസമുണ്ട് കാണാണ്ട്. ഫുള്ള് കന്നഡ ഒരു സംസാരിക്കുന്നത്. ഹംപി അതിന് ಇದೇ ಕೆಲ್ಸನಾ? ಇದೇ ಕೆಲಸ ಮಾಡದ? ಅಲ್ಲಲ್ಲ, ಓ ಫುಡ್ ಬನಾದ. ತಿನ್ನಾಕಲ್ಲ ವಿಡಿಯೋ ತಿನ್ನಾಕ ಬೇಡ ಬೇಡ. ನೋಡ್ತೀವಿ ಎಲ್ಲ ಎಲ್ಲ ನೋಡ್ತೀವಿ. അമ്മ ആക്കിದ್ದೀನಿ മാത്രം നാരങ്ങ കേട്ടോ. ആ നാറെന്ന് പറയില്ലേ ആ സാധനം. ഇതിന്റെ ഇതാണ് നമ്മളവിടെ നെറ്റ് ഇട്ടിട്ട് നമ്മൾ കണ്ടത്. സംഭവം രസമുണ്ട്. എന്ത് ഫുള്ള് കൃഷി കേട്ടോ. കണ്ണത്തെ ദൂരം വരെ നോക്കി ഇങ്ങനെ കൃഷി ഇങ്ങനെ ഇട്ട് കിടക്കുക. തക്കാളി കൃഷി. ഇത് മൊത്തം തക്കാളി കേട്ടോ ഈ കാണുന്നത്. എന്തോരം തക്കാളി നോക്കി. തക്കാളി മഴ ഫുള്ള് തക്കാളി, മാതളനാരങ്ങ, ತಕ್ಕಾಳಿ. ಡ್ರೈವಿಂಗ್ ಮಾಡ್ತಿರಲ್ಲ ಪೈನ್ ಬರಲ್ವಾ ಅಂತ ಕೇಳ್ತಾ ಇದಾರೆ. ಬರುತ್ತೆ, ಒಂದ್ ಸ್ವಲ್ಪ ಹೊತ್ತು ನಿಲ್ಲಿಸ್ತಾರೆ ಎಲ್ಲರೂ, ಒಂದ್ ಅರ್ಧ ಗಂಟೆ ರೆಸ್ಟ್ ಅಂತಾರೆ. ರೆಸ್ಟ್ ಮಾಡಕ್ಕೆ ಹೋಗ್ತೀನಿ. ಸರಿ ಓಕೆ ಬರ್ತೀನಿ. ശരി ബായ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുടെ രക്ഷയില് റൗണ്ട്. പക്ഷെ ഇതൊരു ബോക്സ് തക്കാളിക്ക് വെറും 500 ഉള്ളൂന്ന്. 30-32 കിലോ വരുമെന്ന് പറഞ്ഞത് ഒരു ബോക്സ് തക്കാളി. ഞാൻ കാഞ്ചാറവിടെ ഉണ്ട്. അപ്പോൾ വെറും 500 രൂപ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി. തക്കാളി മൊത്തം പറിച്ചു വന്നിട്ട് ഇവിടെ ഇടും. എന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് ഇതുപോലെ വേറെ തിരിച്ചിട്ട് ബോക്സിലേക്ക് ആക്കും. ഇപ്പം എനിക്ക് ബോക്സ് ആക്കിയിട്ടുള്ള കാണുന്നേട്ടാ ഹലിബീഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പലം. അതും ഇതേപോലെ ഒരു ഹെറിറ്റേജ് തന്നെയാണ്. ഇതാണ് ഹൊയ്സാലേശ്വര ക്ഷേത്രം, ശിവന്റെ അമ്പലം കേട്ടാ. രക്ഷില മോനെ, ഇതിന്റെ നിർമ്മിതി വിഷയാണ്. എന്തൊരു ഭംഗി നോക്കിയ. 12ാം നൂറ്റാണ്ടിലാണ് ഈ അമ്പലം പണി കഴിപ്പിക്കണത് ശിവന് വേണ്ടിയിട്ട്. രക്ഷില് 1121 പണി തുടങ്ങിയിട്ട് 1160 ഇതിന്റെ പണി തീരുന്നത്. ഇന്ന് നോക്കി നമ്മൾ ഇന്നലെ കണ്ട അമ്പലല്ലേ, ഓരോ കോർണർ എടുത്തിട്ടുള്ള കൂടെ നിങ്ങള്. പ്രത്യേകത ഇതിന്റെ മുകളിൽ ഡിസൈൻ. ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതികളിൽ ഒന്നാട്ടത്. കണ്ണെടുക്കാന്നൊന്നുമില്ലേ. ഈ ചിത്രത്തിന്റെ മുകളിലത്തെ മാലകൾ വരെ ശ്രദ്ധിച്ചു നിങ്ങള്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്.
ഇത് കണ്ടില്ലേ, ഇതിന്റെ മുകളിൽ നോക്കി, ഇതിന്റെ മുകളിൽ കാണില്ലേ എന്ത് ഫിനിഷിങ് എന്നൊക്കെ. ഇത് ചോളം കയ്യിൽ പിടിച്ചിരിക്കണ പോലെ ഉണ്ട് ഇത് കാണുമ്പോ. പക്ക ഫിനിഷിങ് കേട്ടാ കണ്ട, ഓരോ ലൈനും എടുത്തിട്ടുള്ള കണ്ട, എന്ത് രസാട്ടോ തുണി ചെയ്തിട്ടുള്ളത്. നമ്മള് ചിന്തിക്കുക. ഇത് മൊത്തം കല്ലുകളാട്ടാ, എല്ലാ മുക്കിലും ഓരോ ഗ്യാപ്പിങ്ങനെ അങ്ങനെ പണിത് 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 ഇതുപോലെ. ഇത് കൊതിയ കണ്ടിട്ട്. 1112 ഇത് പണിയാൻ തുടങ്ങിയിട്ട് 1160 ഇത് പണി കഴിയണത്. വിഷ്ണുവർദ്ധൻ എന്ന രാജാവാണ് ഇത് പണി കഴിപ്പിക്കണത്. വലിയൊരു തടാകം ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്, അത് കാണിച്ചാൽ കഴിയില്ലട്ടാ. നമ്മൾ ബേലൂർ കണ്ടില്ലേ, ഏകദേശം അതേപോലത്തെ ഒരു അമ്പലം. പക്ഷെ ഇതിൽ ഭയങ്കര അത് കൊത്തുപണികളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ദൈവം. നിങ്ങൾ അടിയിൽ തന്നെ ആനകളാണ് എണ്ണില്ല, അത്രയ്ക്ക് ആനകളെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതായിക്കോട്ടെ അതായിക്കോട്ടെ മതിയാവില്ലേ കണ്ടിട്ട്. ഇതൊരു ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലായിട്ട് ഈ അമ്പലം. ഇങ്ങനെ വിട്ട് ഫുള്ള് കോർണറുകൾ മാത്രം, മുക്കും മൂലം മാത്രമല്ല ഇതിനകത്ത്. ടോപ്പിലൊക്കെ കാണണം എന്ത് ഭംഗിയില ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം പണിത് വെച്ച പോലെ തോന്നണം കണ്ടിട്ട്, അത്ര ഫിനിഷ് ഉണ്ട്. നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഷൂ. ശരി പറയേ, അമ്പലത്തിന്റെ പ്രൗഢി കാണുന്നുണ്ടെങ്കിൽ നമ്മള് നിങ്ങൾ എന്നെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാ. ഇത്രയും വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ കലാകാരന്മാരെ കഴിവ് നിങ്ങൾ ആലോചിക്കും. ഇതിപ്പോ ഒരു സ്ഥലത്ത് മാത്രമാണ് ശില്പങ്ങളെങ്കിലും ഓക്കെ, പക്ഷെ ഈ അമ്പലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഇങ്ങനെ ശില്പങ്ങൾ ഇങ്ങനെ കൊത്തി കണ്ട, ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കൊത്തി 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 വെച്ചിരിക്കുക. ഇതിന് മുകളിലത്തെ ഡിസൈൻ നോക്കുക, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അതിന്റെ മുകളിൽ. നന്ദി ശില്പം വരെ ഉണ്ടായത് ഇതിനകത്ത് എന്തൊക്കെയോ കുറെ ഇതൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനിൽ മാത്രം 5-6 ഉണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് ഗ്രാനൈറ്റ് പോലത്തെ എന്തോ കല്ലാണ്. തുരുതുരാന്നിങ്ങനെ കൊത്തി വെച്ചിട്ട് ശില്പങ്ങള് എവിടെ നോക്കിയാലും നോക്കി കല്ലുകൊണ്ട് മായാജാലം തീർത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ മുഖത്തെ കാര്യം പറഞ്ഞത്, ഇതിന്റെ മുഖത്ത് ഓരോ ഇതും കണ്ട അത്ര ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് നന്ദി ശില്പം ഉണ്ടോ, ഒരെണ്ണം അവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. 2 വിഗ്രഹം തോന്നുന്നുണ്ട് ഇവിടെ ഉള്ളത്, ശിവന്റെ ലിംഗം. നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മണ്ടന്മാര്. ഏതോനാണോ അതിൻ്റെ ഉള്ളിൽ കിട്ടുമ്പോൾ പേര് എഴുതി വെച്ചിട്ടുള്ളത് കണ്ട. മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതിനാണ് പ്രത്യേകത. ഞാൻ ഇതിലാണ് വേറെ പ്രത്യേകത എന്നിട്ട് ഈ അമ്പലത്തിൻ്റെ സൈഡ് കൂടെ തന്നെ ടോപ്പ് കൂടെ നമുക്ക് താഴ്ത്തിറങ്ങി നടക്കാനുള്ള സ്ഥലമുണ്ട്, ഇതിൻ്റെ ടോപ്പ് കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട്. അത് ഞാൻ ബേലൂർ പോയപ്പോൾ അവിടെ ഉണ്ട്. അതവിടെ ഞാൻ പറഞ്ഞ തടാകം എന്ന് പറയുന്നത് ലേക്ക്. അത് ഇവിടുത്തെ കുറേ പോയി തോന്നുന്നുണ്ട്. ഈ സൈഡൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്, കുറേയൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പല ഇതിലും ഈ ചെറിയ ചെറിയ അമ്പലത്തിലൊന്നും വിഗ്രഹങ്ങളില്ലേ. അടുത്തുനിന്ന് കാണുമ്പോൾ ഇതിനാണ് ഭംഗിയെ, അകലേന്ന് നമ്മളെങ്ങനെ കാണുന്നു അതിനാണ് ഭംഗിൻ്റെ. ആ ഭംഗി തന്നെ നിലനിൽക്കേണ്ട അടുത്തുനിന്ന് കാണുമ്പോഴും. ശില്പങ്ങൾ ഇത് കൊത്തി കഴിഞ്ഞാൽ എത്ര വർഷം എടുത്തല്ലേ. ഇവിടുത്തെ ശിവലിംഗത്തിന്റെ ഒരു ഇതുണ്ട്, അത് മാത്രം തുറന്നിട്ടുള്ളൂ. അപ്പുറത്തുള്ളതല്ല, അത് അപ്പുറത്താണ് മെയിൻ തോന്നുന്നുണ്ട്. അവിടെ തുറന്നിട്ടില്ല, അവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലാന്ന് പറഞ്ഞു. ഇതാണ് ഇത് ഇവിടെ തുറന്നിട്ടുണ്ട്.
ഒരു വൃത്തികേടോ ഒരു ഡസ്റ്റോ, അയ്യോ അതൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയ മെയിൻ കാര്യം അതാ. ഒരു വൃത്തികേടോ, ഒരു നിങ്ങളെ പുൽമൈതാനം വരെ നോക്കി നിൽക്കണ ഫിനിഷിങ് കണ്ട, അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണത്. അല്ലാതെ അതും ഡസ്റ്റ്ബിനും പാർക്ക് വരെ നോക്കി എത്ര ഭംഗിയിലാണ് നോക്കി. അവിടെ മറ്റേ തടാകണ്ട് വരണ, അവിടെ ഉണ്ടോ കുറെ ശില്പങ്ങൾ, ചെറിയ ചെറിയ ശില്പങ്ങൾ. ആ ഭാഗത്തുണ്ട് കുറെ. ഇത് അമ്പലമായിട്ട് തോന്നുന്നില്ല കേട്ടോ, ഭയങ്കര ഒരു എന്തെന്ന് പറയേ, ആ വർക്കിൻ്റെ പ്രത്യേകത കണ്ട. ഇപ്പോഴും കാളവണ്ടി ഉപയോഗിക്കുന്നുണ്ടാ. ഇപ്പോഴും മറ്റേ സാധന കലപ്പ ഉഴുത് മറിയുന്നില്ല, ട്രാക്ടറല്ല മറ്റേ കലപ്പ്. വണ്ടിയുടെ പുറകെ കിടക്കുന്ന മൊത്തം മറ്റേ സാധനം രണ്ടെണ്ണം കിടക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, ഫുള്ള് കൃഷി സ്ഥലാട്ടാ. കണ്ണത്ത ദൂരത്ത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കൃഷി സ്ഥലം.